ക്രിസ്മസിന് നമ്മൾ തേങ്ങയും ചെയ്തിട്ടില്ല. അതാ ക്രിസ്മസ് ആയിട്ട് നമുക്കൊന്ന് കൂടണ്ടേ? അതാ നമുക്കൊന്ന് കൂടണ്ടേ? അതാണ് നമുക്കൊന്ന് കൂടണം. ജൂണേട്ടന് വഷളായി തുടങ്ങി. കൂടുന്നൊക്കെ കൊള്ളാം. അവസാനം ജനി നമ്മളെ വാനായിട്ട് കൂട്ടായിരുന്നു. എനിക്ക് രണ്ടും വേണം, അച്ചാറും മിച്ചറും. അല്ലെങ്കിൽ ഇതെല്ലാം ജനിയച്ചെടുത്ത് പറഞ്ഞു. എന്താ അല്ല, കരോളായിട്ട് കൂട്ടപ്രവർത്തനമൊക്കെ വേണമെന്ന് പറയുമായിരുന്നു. ജനിയച്ചി ജിന്നയുടെ വിഷയം മാറ്റാൻ നോക്കാം. അവരടിക്കുന്നതിന്റെ കാര്യം ചർച്ച ചെയ്തോണ്ടിരുന്നേ. അതല്ലേ കൊച്ച ഞാനും പറഞ്ഞേ. ഇനി ഇതെന്ത് സാധനമാ? ജിന്നേട്ടന് കരോളാന്ന് തോന്നി. അയ്യോ, ഞാൻ വിചാരിച്ചു ഇവിടെ കുടുംബശ്രീയാന്ന്. നിങ്ങളൊക്കെ എവിടെ നിന്ന് വരുന്നത്? കുടുംബശ്രീ എങ്ങനെ പുരുഷ വരുന്നേ? എനിക്ക് തോന്നുന്നത് ഇതൊരു ഗുണ്ടാ സംഘമാണെന്നാണ്. ഡാൻസ് വേണല്ലോ. ഏത് പള്ളിന്ന്? അത് വേണ്ടട്ടാ. എല്ലാം നിർത്തിട്ട് ഓക്കെ. ഒറ്റണത്തിന് ഞാൻ ഇച്ചിരി കാശ് തരാൻ പോകുന്നില്ല. ചിന്നിട്ട് മോമോസിന്റെ ഒപ്പം തന്നെ വൈബായിട്ടുണ്ടല്ലേ. പിന്നെ വൈബ്. മോമോ ഇടുന്ന തല മുണ്ടിട്ടോണ്ടോ ഓടിയത്? ശരി, മുണ്ട് തലയിലാണ് ഇടണ്ടേ, താഴെയല്ലേ? അവളുടെ അപ്പന്റെ ഉണ്ടാന്ന് തോന്നുന്നു. അങ്ങനെ ഒരു ബെർമൂഡ് ഇട്ടുണ്ട് ഡാൻസ് കളിച്ചോണ്ടിന്ന്. ജിന്നേട്ടൊരു കാര്യം ശ്രദ്ധിച്ചായിരുന്നോ? എന്ത് അങ്ങയുടെ ബെർമൂഡ്? ഇങ്ങനെ കൊണ്ട് ജിന്നേട്ട ഒരു കാര്യം ശ്രദ്ധിച്ചെന്നു. ആ കരോളുകാരുടെ എന്തോരം പൈസ. അപ്പൊ ഇത്രയും വൈബായിട്ടുള്ള നമ്മള് കരോളിന് പോയാൽ നമുക്ക് എന്തോരം പൈസ കിട്ടുമെന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. അതെ, ആ കരോള് വന്നിട്ട് എന്തൊരു സുന്ദരിമാരുണ്ടാവുന്ന ആലോചിച്ച് നോക്കിയേ. ആ സുന്ദരിമാർക്ക് എന്തോരം ആംഗളമാരുണ്ടാവുന്ന ആലോചിച്ച് നോക്കിയേ. നീ എന്നെ ഭീഷണിപ്പെടുത്തുവാണോ? പിന്നെ എനിക്ക് വായി നോക്കണ്ടേ? അതല്ല, എന്തോരം ഫുഡ് കിട്ടുമെന്ന് ആലോചിച്ച് നോക്കിയേ. അത് അവക്ക് കാര്യം മനസ്സിലായി. നീ എന്തായാലും ഞാൻ പറഞ്ഞപ്പോ എനിക്ക് കാര്യം മനസ്സിലായെന്ന് പറയാന്. ഓ, ജിമിനും റോസിനും ലിസയ്ക്കും കാര്യം മനസ്സിലായി. നിങ്ങളിങ്ങനെ ആശുകൂശി കാര്യങ്ങൾ ചർച്ച ചെയ്യാതെ ഞാൻ വഴി കൂടെ പോകുമ്പോൾ എന്റെ ഒറിജിനൽ ഗുണ്ടാ സംഘത്തെ കണ്ടെത്തിയാൽ നീ അല്ലേ പറഞ്ഞ ഞങ്ങളാ നിന്റെ ഗുണ്ടാ സംഘമെന്ന്. അത് ശരിയാണല്ലോ. പക്ഷേ ഇത്രയും തൊലിഞ്ഞ ഗുണ്ടുകളെ ഞാൻ കണ്ടിട്ടേ ഇല്ല. എനിക്ക് നല്ല ഗുണ്ടുകളെ കാണാം. അപ്പൊ എല്ലാവർക്കും ഇത് ഓക്കെ അല്ലേ? എന്നോക്കെ അല്ലേന്ന് എന്റെ ഒരു രാത്രിയിൽ ഉറക്കാവോന്ന്. അത് കാർ എങ്ങാണ് കടന്ന് ഉറങ്ങിയാ മതി. നിങ്ങളുടെ കാറല്ലേ കേട്ടാ അങ്ങനെ ഉറങ്ങുന്നേ? നീ ഇത്രയും പറഞ്ഞല്ലേ, പിന്നെ പൈസ കിട്ടുന്ന പരിപാടിയല്ലേ, നമുക്ക് പോവാം. അതാ, നമുക്ക് പോണം. അങ്ങനെയല്ലേ മൂത്തപ്പന്റെ കല്യാണം നടക്കട്ടെ. ഞാനതിന് ഇപ്പോഴൊന്നും കല്യാണം കഴിക്കാൻ പോകുന്നില്ലടാ. അവസാനം ആ കുട്ടിക്ക് ഞാനൊരു ജീവിതം കൊടുക്കേണ്ടി വരും. ഹോബിച്ചിന് ഇന്ന് രാത്രിയിലത്തേക്ക് ഗുണ്ട ഹോബിയല്ല, ഹോബി സാൻഡയാ. അതെ, ഇതൊരു അടിപൊളി സാൻഡ്. നമ്മളൊന്നും അങ്ങോട്ട് കൊടുക്കത്തില്ല, എല്ലാം ഇങ്ങോട്ട് വാങ്ങിക്കത്തേ ഉള്ളൂ. ഒരു കൊച്ചിന്റെ ഒരു കോപ്പിക്ക് വരുന്ന പോലും തട്ടിപ്പറിച്ചോണം. എന്നിട്ട് അത് എനിക്ക് തന്നേക്കണം. ഒരു ദാശപാത്രവും കാണിക്കരുത്. ഇനി എല്ലാണോ എന്തോ നോക്കിയിരിക്കോ? പെട്ടിയും പാട്ടും എടുത്ത് ഇറങ്ങ്. അല്ല, ഇതിനി ഏതാ ഈ പിശാച്? പിശാചല്ല, മാലാഖിയ. ആ മതി, വാ ഇറങ്ങാം. നമുക്ക് ആദ്യം പിരിമാമിന്റെ വീട്ടിൽ തന്നെ കേൾക്കാം. അങ്ങയുടെ വീട്ടിൽ നിന്ന് തുടങ്ങിയിട്ടാണ് കരോള് മൊത്തവും മുടിയാൻ. എന്തുവാ ജിന്നേട്ടാ? ഒന്നുമില്ലല്ലോ, നമ്മുടെ മാമനല്ലേ. ഓ, എന്നാ വാ കേറാം. വേറെ തന്നെ ഉണ്ടാക്കി തിന്നണം. ഇതിലെ പിള്ളേരൊന്നും അല്ലല്ലോ. എന്നാ പിന്നെ ഞാൻ ഒരു മുട്ട പൊരിക്കാം. അയ്യോ, വേണ്ട, ഞാൻ ഉണ്ടാക്കി തന്നോ. മറിയത്തിനും ജോസഫിനും ഉണ്ടായവനെ ഇവനെ പടച്ചു വിട്ട പിതാവിന് ഇവിടെ ഒരു ഗുണ്ടകളുമില്ല, നമുക്ക് പോയേക്കാം. ഇത് അവരല്ലേ? വൗ, ഇങ്ങേർക്കൊരു ഗുണ്ടയുടെ കട്ടുണ്ട്. ഗുണ്ടയല്ല, ഗുണ്ട്. പൈസ നിങ്ങൾക്ക് പൈസ തരുമെന്നാലോ വന്നേ? പൈസ പിരിക്കാൻ മാത്രമല്ല, പൈസ തരാത്തവരെ അടിക്കാൻ കൂടിയാ ഞാൻ ഇതെടുത്തോണ്ട് വന്നേ. അങ്ങനെ വരുന്നതിന് മുമ്പ് മത്താപ്പു റോക്കറ്റ് ചെമ്പു
എതിരി ഗബ്രിയേൽ